ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിലെ 200 കറണ്ട് അവേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അടുത്ത 50 ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ആൻസർ ഓപ്ഷൻ സി, 3. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ രണ്ടാമത്തെ രാജ്യമെന്ന് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ന്യൂസിലാൻഡാണ്. എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം ആൻസർ പഠിക്കുക. PSC ബുള്ളറ്റിൽ 3ാമത്തെ രാജ്യം എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക. ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. 2023 ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി, പിണറായി വിജയൻ. 2023 ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 2024 SCO ഉച്ചകോടിയുടെ വേദി? ആൻസർ ഓപ്ഷൻ ബി, കസാക്കിസ്ഥാൻ. 2024 SCO ഉച്ചകോടിയുടെ വേദി കസാക്കിസ്ഥാൻ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം? ആൻസർ ഓപ്ഷൻ എ, ഹോം. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രമാണ് ഹോം. മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തതാര്? ആൻസർ ഓപ്ഷൻ എ, ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം. ഈ ചിത്രം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി. രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതാര്? ആൻസർ ഓപ്ഷൻ ബി, ദ്രൗപദി മുർമു. രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്ര ദൗത്യം ഏതു രാജ്യത്തിൻ്റെതാണ്? ആൻസർ ഓപ്ഷൻ സി, ജപ്പാൻ. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്നൈപ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ ODF+ ജില്ല, അതായത് വെളിയിട വിസർജന വിമുക്ത ജില്ല? ആൻസർ ഓപ്ഷൻ എ, വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ വെളിയിട വിസർജന വിമുക്ത ജില്ലയാണ് വയനാട്. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ സോമനാഥ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന പ്രഖ്യാപനം നടത്തിയത് ISRO ചെയർമാനായ ഡോക്ടർ സോമനാഥ് ആണ്. ഏതു രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ അലി ബോങ്കോ ഒണ്ടിംബയെ വീട്ടുതടങ്കലിലാക്കി ജനറൽ ബ്രൈസ് ക്ലോട്ടയർ ഒലിഗുയി എൻഗ്യൂമ പ്രസിഡന്റായത്? ആൻസർ ഓപ്ഷൻ ഡി, ഗാബോൺ. സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം? ആൻസർ ഓപ്ഷൻ എ, കാലം സാക്ഷി. സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി. സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം? ആൻസർ ഓപ്ഷൻ എ, USA. സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം USA ആണ്. സസ്യഭുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി, രാജസ്ഥാൻ.
സസ്യപുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ചിക്കാഗോ പ്രസംഗത്തിൻ്റെ 130-ാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദൻ്റെ 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം? ആൻസർ ഓപ്ഷൻ എ കാലടി. ചിക്കാഗോ പ്രസംഗത്തിൻ്റെ 130-ാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദൻ്റെ 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലമാണ് കാലടി. GI ടാഗ് ലഭിച്ച ചൊക്കുവ അരി ഏതു സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ്? ആൻസർ ഓപ്ഷൻ ബി അസം. GI ടാഗ് ലഭിച്ച ചൊക്കുവ അരി അസമിൻ്റെ ഉൽപ്പന്നമാണ്. 2024 ഒളിമ്പിക്സ് വേദി? ആൻസർ ഓപ്ഷൻ എ പാരീസ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ്. 2024 ICC T20 ലോകകപ്പിന് വേദിയാകുന്നത്? ആൻസർ ഓപ്ഷൻ എ USA വെസ്റ്റ് ഇൻഡീസ്. 2024 ICC T20 ലോകകപ്പിൻ്റെ വേദികളാണ് USA വെസ്റ്റ് ഇൻഡീസ്. നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം? ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റ് 23. നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നത് ഓഗസ്റ്റ് 23 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യ കെട്ടിടമായ അമേസ് 28 നിർമ്മിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യ കെട്ടിടമായ അമേസ് 28 നിർമ്മിച്ചത് തിരുവനന്തപുരത്താണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഏതു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2023 അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപാത്ര ഏതു ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ എഴുത്തുകാരനാണ്? ആൻസർ ഓപ്ഷൻ സി ഇംഗ്ലീഷ്. 2023 അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനാണ് ജയന്ത് മഹാപാത്ര. ഇദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ എഴുത്തുകാരനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി? ആൻസർ ഓപ്ഷൻ എ 2018. 2024 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് 2018. NCERT നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി കേരളം. NCERT നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനമാണ് കേരളം. എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായത്? ആൻസർ ഓപ്ഷൻ സി ബക്കു. ബക്കുവിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായത്. OTT പ്ലാറ്റ്ഫോമുകൾ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ ആദ്യ രാജ്യം? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ. OTT പ്ലാറ്റ്ഫോമുകൾ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ. 47ാമത് വയലാർ അവാർഡ് ജേതാവ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി. 47ാമത് വയലാർ അവാർഡ് ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ. 71ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി ഇന്ത്യ. ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട കിരുതാശ്വരി ഏതു സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് കിരുതാശ്വരി. ഇത് വെസ്റ്റ് ബംഗാളിലാണ്.
PSC ബുള്ളറ്റിൽ കിരീടാശ്വരി എന്നാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിരീടേശ്വരി എന്നാണ് കാണുന്നത്. കിരീടേശ്വരിയാണ് കറക്റ്റായിട്ടുള്ള വാക്കെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്രപേടകം. ആൻസർ ഓപ്ഷൻ എ ടൈറ്റൻ. ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്രപേടകമാണ് ടൈറ്റൻ. പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രഥമ സമ്മേളനം നടന്നതെന്ന്. ആൻസർ ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 19. പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19-നാണ്. 2023 2000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ ബി മൊറോക്കോ. 2023 2000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യമാണ് മൊറോക്കോ. അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ 2030 വരെ പൊതുപദവികൾ വഹിക്കുന്നതിൽ നിന്ന് കോടതി വിലക്ക് ലഭിച്ച ജെയർ ബോൾസൊനാരോ ഏതു രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ബ്രസീൽ. അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ പേരിൽ 2030 വരെ പൊതുപദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജെയർ ബോൾസൊനാരോ ബ്രസീലിൻ്റെ പ്രസിഡന്റായിരുന്നു. അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികൾ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശ്. അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികൾ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? ആൻസർ ഓപ്ഷൻ സി 10. 10 വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്. സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ആൻസർ ഓപ്ഷൻ ബി 4ാമത്തെ രാജ്യം. സൗരദൗത്യം നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം. ഓപ്ഷൻ സി ഹാങ്ഷു. 2023 സാമ്പത്തിക നോബൽ പ്രൈസിന് അർഹയായ ക്ലോഡിയ ഗോൾഡിൻ ഏതു രാജ്യക്കാരിയാണ്? ആൻസർ ഓപ്ഷൻ എ USA. 2023 സാമ്പത്തിക നോബൽ ജേതാവാണ് ക്ലോഡിയ ഗോൾഡിൻ. ഇദ്ദേഹം USA-കാരിയാണ്. 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻറ്റർ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹി. 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവിവർമ്മ ആർട്സ് ഗാലറി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവിവർമ്മ ആർട്സ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 2023 40ാം വാർഷികം ആഘോഷിച്ച സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. 2023 40ാം വാർഷികം ആഘോഷിച്ച സതേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. ആൻസർ ഓപ്ഷൻ സി TV ചന്ദ്രൻ. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് TV ചന്ദ്രൻ. 2023 സ്വച്ഛ് വായു സർവേക്ഷൺ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങൾ 1ാം സ്ഥാനം നേടിയത്? ആൻസർ ഓപ്ഷൻ ബി ഇൻഡോർ. 2023 സ്വച്ഛ് വായു സർവേക്ഷൺ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങൾ 1ാം സ്ഥാനം നേടിയത് ഇൻഡോറാണ്. അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C-295 യാത്രാ വിമാനം നിർമ്മിച്ചത് ഏതു രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ ഡി സ്പെയിൻ. അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C-295 യാത്രാ വിമാനം നിർമ്മിച്ചത് സ്പെയിനാണ്.
ഏതു രാജ്യത്താണ് എമേഴ്സൺ നങ്കഗോ 5 വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി, സിംബാബ്വെ. ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ടെലസ്കോപ്പുകളിലൊന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി, ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ടെലസ്കോപ്പുകളിലൊന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ചൈന. കേരളത്തിൽ GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ? ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരം, എറണാകുളം. കേരളത്തിൽ GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും എറണാകുളവും. ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ 3 അംഗ സമിതി നിയോഗിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ, അസം. ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനമാണ് അസം. 53ാമത് ദാദാസാഹിബ് പുരസ്കാര ജേതാവ്? ആൻസർ ഓപ്ഷൻ സി, വഹീദ റഹ്മാൻ. 53ാമത് ദാദാസാഹിബ് പുരസ്കാര ജേതാവാണ് വഹീദ റഹ്മാൻ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന 2ാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായിക് ഏതു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒഡീഷ.